ഇപ്പോൾ ലഭിക്കുന്നൊരു പ്രധാന വാർത്തയിലേക്ക് നടിയെ ആക്രമിച്ച കേസിൽ പൾസർ സുനിക്ക് അഭിഭാഷകന്റെയും കോടതിയുടെയും സാന്നിധ്യത്തിൽ ദൃശ്യങ്ങൾ കാണാൻ കോടതി അനുമതി നൽകിയിരിക്കുന്നു. അതോടൊപ്പം പ്രോസിക്യൂഷനെ സഹായിക്കാൻ നടിയുടെ അഭിഭാഷകനെ അനുമതി നൽകുന്ന നിലയിലേക്കുള്ള നിരീക്ഷണം കൂടി കോടതി നടത്തിയിരിക്കുന്നു. ഇതിന്റെ വിശദാംശങ്ങളുമായി ഉമേഷ് ചേരുന്നുണ്ട്. ഉമേഷ്, വിശദാംശങ്ങൾ. ആനന്ദ്, നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിവിധ ഹർജികളാണ് ഇന്ന് പരിഗണിച്ചത്. അതിലൊന്നാണ് ഈ കേസിലെ ഒന്നാം പ്രതിയായ പൾസർ സുനിക്ക് ഈ നടിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ അത് പരിശോധിക്കാൻ അനുമതി നൽകണം എന്ന് പൾസർ സുനിക്ക് വേണ്ടി അഭിഭാഷകനായ അഡ്വക്കേറ്റ് ആളൂർ കോടതിയോട് ആവശ്യപ്പെട്ടു. അത്തരത്തിൽ ദൃശ്യങ്ങൾ കാണുന്നതിന് പ്രോസിക്യൂഷൻ എതിർത്തില്ല എന്ന് പ്രോസിക്യൂഷൻ കോടതി അറിയിച്ചു. ഈ ഒരു സാഹചര്യത്തിലാണ് നടിയെ ആക്രമിക്കുന്ന ആ ദൃശ്യങ്ങൾ കാണാനായി പൾസർ സുനിക്ക്, ഒന്നാം പ്രതി കൂടിയായ പൾസർ സുനിക്ക് കോടതി അനുമതി നൽകിയത്. അത് കോടതിക്ക് മുമ്പാകെ അഭിഭാഷകനൊപ്പം ദൃശ്യങ്ങൾ കാണാനാണ് കോടതി അനുമതി നൽകിയിരിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ തന്റേത് തന്നെയാണോ അതോ കരുതിക്കൂട്ടി ഉണ്ടാക്കിയതാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് അത്തരത്തിലൊരു ആവശ്യം ഉന്നയിച്ചത് എന്ന് പിന്നീട് അഭിഭാഷകനായ ആളൂർ പറയുകയുണ്ടായി. എന്തായാലും പൾസർ സുനിക്ക് ദൃശ്യങ്ങൾ കാണാൻ കോടതി അനുമതി നൽകിയിരിക്കുന്നു. ഇതുകൂടാതെ ഈ നടിക്ക് വേണ്ടി അഭിഭാഷകൻ ഇന്ന് കോടതിയിൽ ഹാജരായിരുന്നു. കേസിൽ രഹസ്യ വിചാരണ വേണം, അതുപോലെ വനിതാ ജഡ്ജി വേണം, അതിവേഗ കോടതി വേണം തുടങ്ങിയ വിവിധ ആവശ്യങ്ങളാണ് നടിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ നേരത്തെ തന്നെ കോടതിയിൽ ഉന്നയിച്ചിരുന്നത്. എന്നാൽ ഇത്തരത്തിൽ നടിക്ക് വേണ്ടി മാത്രം പ്രത്യേകമായ ഒരു അഭിഭാഷകൻ നേരിട്ട് ഹാജരാകാൻ കഴിയുകയില്ലാതെ പ്രോസിക്യൂഷനെ വേണമെങ്കിൽ സഹായിക്കാം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അത്തരത്തിൽ പ്രോസിക്യൂഷനെ സഹായിക്കാമെന്ന് നടിയുടെ അഭിഭാഷകൻ അറിയിച്ചതോടെ അത്തരത്തിൽ പ്രോസിക്യൂഷനെ സഹായിക്കാൻ ഈ നടിയുടെ അഭിഭാഷകന് കോടതി അനുമതി നൽകിയിരിക്കുന്നു. അപ്പോൾ രഹസ്യ വിചാരണ അടക്കമുള്ള ആവശ്യങ്ങൾ ഇനി പ്രോസിക്യൂഷൻ മുഖേന കോടതിക്ക് മുമ്പാകെ ഉന്നയിക്കാം എന്നും കോടതി ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. അതോടൊപ്പം ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ട അഭിഭാഷകരായ പ്രതീഷ് ചാക്കോ, രാജു ജോസഫ് ഇവരുടെ വിടുതൽ ഹർജിയും ഇന്ന് കോടതി പരിഗണിക്കുകയുണ്ടായി. തങ്ങൾ ഈ കേസിൽ നിരപരാധികളാണ്, തങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല, പ്രതിക്ക് സാധാരണ വേണ്ട നിയമസഹായം നൽകുക മാത്രമാണ് ചെയ്തത് തുടങ്ങിയവയായിരുന്നു ഈ അഭിഭാഷകരുടെ ആവശ്യങ്ങൾ വിടുതൽ ഹർജിയിലെ അവർക്ക് വേണ്ടി വാദിച്ചപ്പോൾ അഭിഭാഷകർ ഉന്നയിച്ചത്. എന്നാൽ ഇവർ തെളിവ് നശിപ്പിക്കാനാണ്. ശരി ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ പ്രോസിക്യൂഷനെ സഹായിക്കാൻ നടിയുടെ അഭിഭാഷകനെ കോടതി അനുവാദം നൽകിയിരിക്കുന്നു.